പുന്നയൂർ പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിൽ മൃതദേഹം സംസ്കരിക്കുന്നതിനിടെയുണ്ടായ സംഭവ വികാസങ്ങൾക്കെതിരെ ബിജെപി പുന്നയൂർ പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. ബിജെപി സംസ്ഥാന സമിതി അംഗം ദയാനന്ദൻ മാമ്പുള്ളി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റും നിയോജകമണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥിയുമായിരുന്ന അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പുന്നയൂർ പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിനെതിരെ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ മുസ്ലിം ലീഗ് നേതാവും നിലവിലെ ഭരണസമിതി അംഗവുമായ RP ബഷീർ ന്യായീകരണവുമായി രംഗത്തെത്തിയത് മുൻ ഭരണസമിതി കാണിച്ച അഴിമതിക്ക് കൂട്ടുനിന്നതിന് തെളിവാണെന്ന് ബിജെപി സംസ്ഥാന സമിതി അംഗം ദയാനന്ദൻ മാമ്പുള്ളി പറഞ്ഞു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രന്റെ ഹിന്ദുത്വ സ്നേഹ പ്രകടനം കപട രാഷ്ട്രീയ ലക്ഷ്യമാണെന്നും അഴിമതി മറച്ചുവെക്കാനുള്ള തന്ത്രമാണെന്നും ദയാനന്ദൻ കൂട്ടിച്ചേർത്തു. 1,40,00,000 രൂപയ്ക്ക് നിങ്ങൾ നിർമ്മിച്ച ഈ സ്ഥാപനം, അതിന്റെ അവസ്ഥ നിങ്ങളൊന്ന് കണ്ടിട്ടുണ്ട്. ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഇതാ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നു. വളരെ വില കുറഞ്ഞ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ഇത് ഏത് സമയത്തും നിലംപൊത്താനുള്ള സാഹചര്യം പല ഭാഗത്തും ഇവിടെ കാണുന്നുണ്ട്. MLA-യും സുരേന്ദ്രനെ കുറിച്ച് പി ഗോപാലകൃഷ്ണൻ പറഞ്ഞപ്പോൾ ഉടനടി കണ്ടു RP ബഷീർ വന്ന് എന്തിനാണ് ലീഗുകാരുടെ പണി ഇവിടെ? ഇത് അവരല്ലോ ചെയ്തത്. അവർ പരമാവധി ഒന്ന് മുടക്കാൻ നോക്കിയ ആളുകളാ, അത് ഞങ്ങൾക്കറിയാം. ആ RP ബഷീർ വന്നിട്ട് പറയാണ് എന്താണ് വി ഗോപാലകൃഷ്ണൻ എതിർക്കേണ്ട കാര്യമുള്ളത്? വി ഗോപാലകൃഷ്ണൻ ഇത് പറയാൻ പാടുണ്ടോ? എന്തിന്റെ സൂക്കടാണ് RP ബഷീർ എന്നറിയില്ല. അതിന് മറുപടി പറയുന്നത് CPM അല്ല, അതിന് മറുപടി പറയുന്നത് RP ബഷീറാ. അത് സൂക്ഷിക്കേണ്ടതുണ്ട്. പുന്നയൂർ വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. ഗുരുവായൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത് ആമുഖ പ്രഭാഷണം നടത്തി. ബിജെപി പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദിനേശ് ഈച്ചിത്തറ അധ്യക്ഷത വഹിച്ചു. കമ്മിറ്റി ഭാരവാഹികളായ സുജയൻ മാമ്പുള്ളി, ബിനേഷ് തറയിൽ, KC രാജു, ജിഷാദ് പഞ്ചവടി, ബിജെപി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജീവ് ഒഡേരി, കാളിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. അതേസമയം തിങ്കളാഴ്ച ചേർന്ന പുന്നയൂർ പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ വിഷയം ചർച്ചയ്ക്ക് വെക്കുകയും വിജിലൻസ് അന്വേഷണം നടത്തുവാനുള്ള അംഗീകാരത്തിന് അനുമതി തേടിയിട്ടുണ്ടെന്നും UDF ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു.